നന്ദന്റെ കാർ പള്ളിമുറ്റത്തെത്തിയതും മായയും മാലതിയും കൂടി ലച്ചുവിനെ പുറത്തേക്ക് ഇറക്കി. മിഴി ആദ്യം തന്നെ നടന്നു. മിഴിക്ക് പുറകെയായി ലച്ചു. ആൾക്കാർക്ക് മുമ്പിലായി നിന്ന ഡെന്നി അവരുടെ വരവറിഞ്ഞു തിരിഞ്ഞു നോക്കി. ബ്ലാക്ക് കളർ സ്യൂട്ടിൽ അവൻ തിളങ്ങി. അവന്റെ കണ്ണുകൾ ലച്ചുവിനേക്കാൾ മുന്നേ ആദ്യം പതിഞ്ഞത് മിഴിയിലാണ്. സന്തോഷത്തോടെ കയ്യിലൊരു ഫ്ലവർ ബൊക്കെ പിടിച്ച് തുള്ളിച്ചാടി വരുന്ന മിഴിയെ അവൻ കൗതുകത്തോടെ നോക്കി. ഡെന്നി മുട്ടൂത്തിയിരുന്ന് മിഴിക്ക് നേരെ കൈവിരിച്ചു. അവൾ ഓടി അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു. പപ്പേ. അവൾ അവന്റെ കവിളിൽ ചുംബിച്ചുകൊണ്ട് വിളിച്ചു. കുഞ്ഞാ. നിറഞ്ഞ കണ്ണുകളോടെ ഡെന്നി വിളിച്ചു. അപ്പോഴേക്ക് എല്ലാവരും അടുത്തെത്തിയിരുന്നു. മിഴിയെ നടുക്ക് നിർത്തിക്കൊണ്ട് തന്നെ അവൻ ലച്ചുവിനെ നോക്കി. നിറഞ്ഞ സംതൃപ്തിയോടെ അവൻ അവൾക്ക് നേരെ കണ്ണു ചിമ്മി. ലച്ചു നാണത്തോടെ മുഖം താഴ്ത്തി. ഒടുവിൽ കർത്താവിന് മുമ്പിൽ വെച്ച് ഒരിക്കൽ കൂടി ഡെന്നി ലച്ചുവിന് മിന്നി ചാർത്തി. മന്ത്രികൂടി അവൾക്ക് കൊടുക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ണ് ഒരുപോലെ നിറഞ്ഞു. അത് തുടയ്ക്കാൻ പോലും നിൽക്കാതെ അവർ രണ്ടുപേരും മുട്ടൂത്തിയിരുന്നു. മിഴിയുടെ അപ്പുറം ഇപ്പുറമായിട്ട് ഉമ്മ വെച്ചു. മിഴി രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഡെന്നി നടന്നു. അവന്റെ കയ്യിൽ എപ്പോഴത്തെയും പോലെ തന്റെ പ്രാണന്റെ പ്രാണനും ഭദ്രമായിരുന്നു. പള്ളിയിൽ നിന്നും കെട്ടുകഴിഞ്ഞ് അവർ നേരെ പോയത് ജോർജിന്റെ കല്ലറയിലേക്കായിരുന്നു. അവിടെ ചെന്ന് അനുഗ്രഹം വാങ്ങി അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങി. പള്ളി വക കരുണാലയത്തിൽ താമസിക്കുന്ന അന്തേവാസികൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവർ മുന്നേ തീരുമാനിച്ചിരുന്നു. പുറത്തുനിന്ന് ആരെയും വിളിക്കാത്തതുകൊണ്ട് അവർക്കുള്ള ഭക്ഷണം വീട്ടിൽ വെച്ചായിരുന്നു. ലച്ചുവിന്റെയും മിഴിയുടെയും കൈ പിടിച്ച് ഡെന്നി പള്ളിയുടെ പടികൾ ഇറങ്ങി. ഡെന്നിയുടെ കാറെത്തി നിന്ന് ഈശ്വര മഠത്തിന് മുമ്പിലായിരുന്നു. ലച്ചുവിനെയും മിഴിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഡെന്നി മാധവന്റെയും ഭദ്രയുടെയും അസ്ഥിത്തറയ്ക്ക് മുമ്പിലേക്ക് നടന്നു. ഇത്തവണ ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞില്ല. പകരം നിറഞ്ഞ മനസ്സോടെ അവരെ നോക്കി പുഞ്ചിരിച്ചു. ഡെന്നിക്കും അവളുടെ ചിരി ഒരു ആശ്വാസമായിരുന്നു. ഡെന്നിയെയും ലച്ചുവിനെയും ട്രീസ കുരിശു വരച്ച് അകത്തേക്ക് കയറ്റി. കൂടെ മിഴിമോളെയും. എല്ലാവരും സന്തോഷത്തോടെ അകത്തേക്ക് കയറി. പഴയ സന്തോഷം തിരികെ വന്നറിഞ്ഞ് ട്രീസ മനസ്സറിഞ്ഞ് കർത്താവിനെ വിളിച്ചു. മധുരം കൊടുക്കുന്ന ചടങ്ങായപ്പോൾ ഡെന്നിക്കും ലച്ചുവിനൊപ്പം മിഴിയും വാതുറന്നു. അതുകണ്ട് എല്ലാവരും ചിരിച്ചു. നിന്റെ ആണോ പെണ്ണെ കല്യാണം? ഇത് ഇവർക്കുള്ളതാ. മിഴിക്ക് നാണല്ലോ. അയ്യേ. ഗൗരി മിഴിയെ കളിയാക്കി. അതെ, എന്റെ പപ്പച്ചു ലച്ചുവിനില്ലാത്ത വിഷമം കോരിക്ക് വേണ്ടാറ്റോ. ഞാൻ ഇവരുടെ കൂടി ഓരോന്നും ചെയ്യും. സാധാരണ കല്യാണം കഴിഞ്ഞിട്ടല്ലേ കുട്ടികൾ ഉണ്ടാവുക. ഞാൻ അതിനു മുമ്പ് ഉണ്ടായില്ലേ. അപ്പൊ എനിക്ക് ഇതൊക്കെ തരണം. മിഴി എന്തോ വലിയ കാര്യം പറഞ്ഞ പോലെ ഇരുന്നു. ഡെന്നി ലച്ചും കുടിച്ച പാൽ ഇറക്കണോ തുപ്പണെന്നറിയാതിരുന്നു. അച്ഛന്മാരും അമ്മമാരും ചിരി കടിച്ചു പിടിച്ച് നിന്നു. ഗൗരിയാണ് ഉത്തരം മുട്ടിയ പോലെ നന്ദനെ നോക്കി. വല്ല കാര്യമുണ്ടായോ? ഇത് നീ ഉദ്ദേശിക്കുന്ന പ്രൊഡക്ഷൻ അല്ല. പ്രൊഡ്യൂസറും ഡയറക്ടറും വേറെ റേഞ്ചാണ്. ആ താഴത്തെ കോളനിയിലെ പീക്കിരി പിള്ളേരുടെ നേതാവാവുന്ന പണി അതിവിടെ നടക്കില്ല മോളെ. നന്ദൻ അവിടെ മുടിയിൽ പിടിച്ച് അടുത്തേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോയേ നന്ദേട്ടാ, ഞാൻ ആരുടെയും നേതാവൊന്നുമല്ല. ഗൗരി ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഉവ്വ, നേരെ പോലത്തെ 2 ഡസൻ പിള്ളേരാ മുറ്റത്ത് ഇവിടെയും കാത്ത് നിൽക്കുന്നു. അവര് വന്നിട്ടാ തമ്പുരാട്ടിയുടെ പള്ളി ഉറക്കം കഴിഞ്ഞ് എണീക്കുന്ന തന്നെ. പിന്നെ നേരാ നേരത്തിന് ഭക്ഷണം കഴിക്കാനല്ലാതെ ആ പരിസരത്ത് ഇവിടെ കാണില്ല. പാടത്തും പറമ്പിലും തോട്ടിലൊന്നും വേണ്ട. 24 കൊല്ലമായി ഞാൻ കാണാത്ത സ്ഥലങ്ങളെല്ലാം ഇവൾക്കറിയാം. ഇവളറിയാത്ത നാട്ടുകാരും ഇല്ല. എന്നെ ഇവിടെ ആർക്കെങ്കിലും അറിയാന്നാ എനിക്ക് സംശയം. ജയ ഗൗരിയെ നോക്കി പറഞ്ഞു. ഗൗരി ജയ നോക്കി കൊഞ്ഞനം കാണിച്ചു. അതെ, വീടിന്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും അറിയില്ല. നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം. അല്ലാണ്ട് ഈ അടുക്കളപ്പുറത്ത് കിടന്നിട്ട് എന്ത് കാര്യം? ബ്ലൈഡി ഗ്രാമവാസീസ്. ഗൗരി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ എന്റെ മോള് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകല്ലേ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ട്. പിന്നെ ഞാൻ അടുക്കളപ്പുറത്ത് കിടക്കുന്നതുകൊണ്ട് സമയത്തിന്റെ മോൾക്ക് തിന്നാൻ കിട്ടുന്നു. മോനെ നന്ദ, ജയമ്മ സ്നേഹം കൊണ്ട് പറയാം, നിനക്ക് ഇനിയും സമയമുണ്ട്, വേണേ രക്ഷപ്പെട്ടോ. ജയമ്മ പിന്നെ തഗ്. നന്ദൻ അത് കണ്ട് ഗൗരി ഒന്ന് ഇരുത്തി നോക്കി. സ്വന്തം അമ്മ തന്നെ ഇത്രയും നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. പോരാളി. ഗൗരി അറിയാതെ വിളിച്ചുപോയി. പിന്നല്ലാണ്ട് കൊച്ചിന് നല്ല ദണ്ണുണ്ടേ. കഷ്ടപ്പെട്ട് വളച്ചെടുത്ത മുതലിനോടാണ് വേണേ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞ്. അനുവദിക്കില്ല ഞാൻ. ഗൗരി അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നന്ദനെ മുറുക്കി പിടിച്ചു. ഇനി പിടിവിട്ട് പോകണ്ട. അതെ, അമ്മ അതൊക്കെ വെറുതെ പറയുന്ന വാതിലൊന്നും കാര്യം കണ്ട കേട്ടോ. ഗൗരി വിളിച്ചുകൊണ്ട് പറഞ്ഞു. ആ, എനിക്കൊന്നുകൂടി ആലോചിക്കണം. നന്ദൻ ചിരിയടക്കിക്കൊണ്ട് പറഞ്ഞു. ദേ, എന്നെ തേക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ പീക്കിരി പിള്ളേരോട്ട് ഞാൻ തള്ളിക്കും, നോയിക്കോ. ഗൗരി അവന്റെ കയ്യിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഉഫ്, നിന്റെ നഖ ഞാനിന്ന് രക്ഷി. അവനവിടെ നഖ ഒടിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യോ അയ്യോ നന്നിട്ട് വേണ്ട, വീട്ടിൽ കഷ്ടപ്പെട്ട് വളർത്തുന്ന എനിക്ക് നെയിൽ പോളിഷ് ഇടേണ്ടല്ലേ, പ്ലീസ് പ്ലീസ്. ഗൗരി കെഞ്ചി. അങ്ങനെ ഇപ്പൊ ഈ യക്ഷി നഖം വളർത്തണ്ട, മനുഷ്യനെ മാന്തി പറിച്ചു ജന്തു. നന്ദൻ അവളെ വട്ടം പിടിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദേട്ട, പൊന്നു നന്ദേട്ടനല്ലേ, ഇനി സത്യമായിട്ട് ഞാൻ ഉമ്മക്കും മാന്തില്ല, പ്രോമിസ്. ഗൗരി നിഷ്കളങ്കമായി പറഞ്ഞു. നന്ദന്റെ കൈകൾ അവളിൽ നിന്ന് അയഞ്ഞു. അവനൊന്ന് ഉമിനീരിറക്കിക്കൊണ്ട് ചുറ്റും നോക്കി. സബാഷ്, എല്ലാവരും ഒക്കെ ഇങ്ങോട്ട് തന്നെ. അവൻ പല്ലുകടിച്ച് ഗൗരിയെ നോക്കി കണ്ണുരുട്ടി. അപ്പോഴാണ് ആവേശത്തിൽ വിളിച്ചു പറഞ്ഞതിന്റെ അബദ്ധം ഗൗരിക്ക് മനസ്സിലായത്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. നന്ദൻ മുണ്ടഴിച്ചിട്ട് വിനയകുലനായി പറഞ്ഞു. എങ്ങോട്ട്?
മാലതി അവനോട് ചോദിച്ചു. എന്താ ചൂട്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, നന്ദൻ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. നട്ടുച്ച കാണോടാ നിന്റെ കുളി, മര്യാദക്കൊന്ന് ഇരിക്കടാ, മാലതി അവരെ നോക്കി പറഞ്ഞു. നന്ദൻ വേഗം ഡെന്നിയുടെ അടുത്തായി പോയിരുന്നു. ഇനി നിന്നോട് പ്രത്യേകിച്ച് പറയണോ, പോയിരിക്കടി, ഗൗരിയെ നോക്കി മാലതി പറഞ്ഞു. ദേ മാജിക് മാലു കല്യാണത്തിന് മുന്നേ അമ്മായിമ്മ പോരെടുക്കാൻ വല്ല പ്ലാനുണ്ടോ? ഓർമ്മയുണ്ടല്ലോ, വൃദ്ധസദനം. ഗൗരി മാലതിയുടെ ചെവിയിലായി രഹസ്യം പറഞ്ഞു. പോയിരിക്കടി, മാലതിയോടെ ബാക്ക് നോക്കി കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഉഫ്, എന്തൊരടിയാ, ഇതിലും ഭേദം എന്റെ അമ്മയാ. ഗൗരി ബാക്ക് നിറവി നന്ദന്റെ അടുത്തേക്ക് നടന്നു. നന്ദൻ വേഗം അവൾക്ക് ഇരിക്കാൻ പാകത്തിന് ഒതുങ്ങിക്കൊടുത്തു. സ്ഥലത്തിന് ഷോർട്ടേജ് വരാനും മടിയിലിരുത്താനും തയ്യാറാണ്. എങ്ങോട്ടാ തുള്ളി, അവനെ മടിയിലിരിക്കാനല്ല, ദേ ഇപ്പുറത്ത് വന്നിരിക്കേ, മാലതി പറഞ്ഞു. ഗൗരി അവരെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് ലച്ചുവിന്റെ അടുത്തിരുന്നു. നന്ദൻ എന്തോ പോയ അണ്ണാനെ പോലെ കഴുത്ത് നീട്ടി നോക്കി. വല്ലാണ്ട് അങ്ങോട്ട് നീട്ടണ്ട, ജിറാഫിന്റെ പോലെ ആയ കാണാനൊരു ഭംഗിയുണ്ടാവില്ല, ഡെന്നി നന്ദനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഇത്രക്ക് അഹങ്കാരം പാടിലട തിണ്ടി, നീ സേഫായല്ലേ? നന്ദൻ വിഷമത്തോടെ ചോദിച്ചു. ഇനി എനിക്ക് ആരെയും പേടിക്കണ്ട, ഡെന്നി ഒന്നുകൂടി നീർന്നിരുന്നോണ്ട് പറഞ്ഞു. അതിമോഹാണ് മോനെ, അത് നിനക്ക് പേടിക്കാനുള്ളതാ, ദോ ആയിരിക്കുന്നു, നന്ദൻ മിഴിയെ നോക്കി പറഞ്ഞു. ഡെന്നി ദയനീയമായി മിഴിയെ നോക്കി.